എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് രണ്ടാളും കൂടെ വന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. നമ്മുടെ വില്ലേജ് മലയാളി ടീച്ചറെ ഏൽപ്പിച്ചതിന് ശേഷം അറിയാമല്ലോ, കുറച്ച് സ്കിറ്റുകൾ അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് വരുന്നതെന്ന് കണ്ട് അറിയാൻ പറ്റൂല, അമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ചിലർ, ഞങ്ങളെ അറിയാവുന്ന ചിലരൊക്കെ ഞങ്ങൾക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ചിലരൊക്കെ എന്റെ നമ്പർ തപ്പിപ്പിടിച്ചതിന് ശേഷം എന്നെ വിളിച്ച് ശ്രീമതിയെ കൊടുത്തിട്ട് കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവരനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇതും കൂടി നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് കമന്റും ആ കോളും ഒക്കെ ഒന്ന് പറഞ്ഞെടുത്താ? അതില് ഒന്ന് വന്നത് പ്രഗ്നൻസി ടൈമില് അനുഭവിക്കുന്ന ഡിപ്രഷനാണ്. പിന്നെ വന്നത് ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഡിപ്രഷന്, മാനസിക പ്രയാസങ്ങള്. അതായത് ഒരു കുട്ടി ഉണ്ടാവുമ്പോ, ഫസ്റ്റിലെ ഡെലിവറിക്ക് ശേഷം ഒരു കുട്ടി ഉണ്ടാവുമ്പോ ആ മാതാവ് അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഗർഭാവസ്ഥയില് ഒന്നാണല്ലോ അവര്, അത് രണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവർ ചില പ്രയാസങ്ങളുണ്ട്. അതൊന്ന്. പിന്നെ ആ കുട്ടിയുടെ ഉറക്കം, അതൊക്കെ വലിയൊരു പ്രശ്നമാണ്. അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും താളം തെറ്റാണ്. അത് അവിടെ മാത്രമല്ല, അത് ഗർഭാവസ്ഥയിലും ഇങ്ങനെ ചില വിഷയങ്ങളുണ്ട്. നമുക്കറിയാലോ, ഈ ADHD കുട്ടികളൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് ഒരു ക്ലാസ് എടുക്കലല്ല. അപ്പൊ കൗൺസിലിംഗ് മേഖലയിൽ എനിക്ക് ഒത്തിരി അനുഭവ പരിചയമുണ്ട്. ടീച്ചിങ് മേഖലയിൽ കുട്ടികളുമായിട്ട് ഇടപെട്ടിട്ട് ടീച്ചർക്കും അതിൽ ഒരുപാട് അനുഭവ പരിചയമുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ശേഷം ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് മേക്കപ്പ് ചെയ്ത് അതിനെ മറികടന്ന് ഒക്കെ വന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യാം, ഞങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോയതാണ്. പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയെന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. അതാവുമ്പോ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അതായത് നമ്മൾ ഓരോ കേസ്, ഈ പറഞ്ഞ ഗർഭാവസ്ഥയിൽ ആദ്യത്തെ ഗർഭം, വിവാഹത്തിന്റെ ഒരു രസമാണ് പറയാന്. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ഗർഭാവസ്ഥ വരുന്നുണ്ട്, പിന്നെ ഡെലിവറിന്റെ അവസ്ഥ വരുന്നുണ്ട്, ഒന്നും അറിയാത്ത ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ കുട്ടികളെ വളരുന്ന ഒരു സാഹചര്യം, പിന്നെ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഉണ്ടായ ചില വിഷയങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്ത് പോന്നിട്ടുണ്ട്. മുഴുവൻ അതിജീവിച്ച് പോസിറ്റീവായിട്ട് 100% സക്സസ് ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. ഒരു ക്ലാസ് എടുക്കേണ്ട സ്ഥാനത്ത് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ അനുഭവങ്ങൾ, ഞങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ തരണം ചെയ്തത് എന്ന് നിങ്ങളോട് സംസാരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ ഓരോ വിഷയം ആകുമ്പോൾ നിങ്ങൾക്കതൊരു ഉപകാരമായി, അത് കേൾക്കുന്ന മറ്റുള്ളവർക്കൊരു ഉപകാരമായി, പറയുന്ന നമുക്കും ഒരു സന്തോഷമായി. അല്ലാതെ ഒരു ക്ലാസ് എടുത്തിട്ട് എവിടെന്നോ കേട്ടത് എന്തൊക്കെയോ കേട്ടിട്ട് പഠിച്ചെത്തുന്നുണ്ട്, കാണാപ്പാടം പഠിച്ചിട്ട് തത്തമേ പൂച്ച എന്ന് പറയണം. അത് വേണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിന്നെ ഇതെല്ലാം കൂടി ഒരു ദിവസം പറയാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും. അത് ഓരോ വിഷയം, ഒരു ചെറിയ വിഷയങ്ങളാണല്ലോ. ചെറിയ വിഷയങ്ങൾ ഓർഡറിൽ പറയുന്നില്ല. നമുക്ക് ഏതാണോ മനസ്സിലാവുന്നത് അപ്പൊക്കപ്പോ ആ കാര്യങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാണ് അത് മേക്കപ്പ് ചെയ്ത് പോകുന്നത് എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിജീവിച്ച് പോകുന്നത് എങ്ങനെയാണ് നേരിട്ടത് എന്നതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോ വിഷയം മനസ്സിലായല്ലോ. ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇത് സംബന്ധിച്ചിട്ട് ഞങ്ങൾ ചെയ്യും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ട് നേരത്തെ വാട്സപ്പിലൊക്കെ അയച്ച ആൾക്കാർ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ താഴെ നിങ്ങളുടെ കമന്റ് ആയിട്ട് നിങ്ങളൊന്ന് എഴുതിയിടുക. ഞങ്ങൾ കമന്റ് നോക്കിയിട്ട് അത് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒരുമിച്ച് കുറച്ച് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് അനുഭവ സമ്പത്തുള്ളത് കൊണ്ട് അത് ഞങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെ അങ്ങനെ ചെയ്യുക. കമന്റ് എന്തിനാണെന്ന് അറിയാലോ. ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയത്, ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളായിരിക്കും പറയാം. അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അതൊരു സൗകര്യമാണ്. അപ്പൊ വരും ആഴ്ചകളിൽ ഒരു വീഡിയോ എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. പിന്നെ വേറെ പല വീഡിയോ ഉണ്ടാവും, ചില തമാശകൾ ഉണ്ടാവും, എന്തൊക്കെയാണെന്ന് ഉണ്ടാവുന്നെന്ന് പറയുന്നത്, ഉണ്ടാവുന്നതൊക്കെ അങ്ങോട്ട് ഉണ്ടാവും. അതന്നെ കോമഡി ഉണ്ടാവും, ചിലപ്പോ കുക്കിംഗ് വീഡിയോ ഉണ്ടാവും. എന്താന്ന് പറയാൻ പറ്റൂല. അതായത് നമ്മള് അപ്പൊ അങ്ങോട്ട് ചിന്തിക്കണാണ്, വരുമ്പോ അതിനനുസരിച്ച് വീഡിയോ ചെയ്യണം. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മളോട് കുറച്ച് ആളുകൾ നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ കുറിച്ച് ഒന്ന് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കും തോന്നിയത് ആളുകളിലേക്ക് എത്തിക്കണം എന്ന്. സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്.
അപ്പൊ ഇത് എത്തിക്കണം തോന്നിയതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. നമുക്ക് രണ്ടു കൂട്ടർക്ക് ഇരിക്കാം, ഒരു കുടുംബവുമായിട്ട് നമുക്ക് എല്ലാവർക്കും കുടുംബമായിട്ട് തന്നെ അത് ഡിസ്കസ് ചെയ്യാന്നാണ് തോന്നുന്നത്. കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ആയിട്ട് വരുന്നത്. നമ്മളെ കുടുംബത്തിൽ സാധാരണ സംഭവിക്കുന്ന ഒരുപാട് കാര്യം, ഇപ്പൊ ഞാൻ 2 സ്കിറ്റ് ചെയ്തു, രണ്ടും നമ്മളെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ നമുക്ക് അല്ല വേറൊന്നും കൂടെ ഉണ്ട്, ഈ ഇരുന്ന് സംസാരിക്കുന്ന കേട്ട് ഞങ്ങള് അടികൂടാത്തവരാണെന്ന് നിങ്ങൾ കരുതൊന്നും വേണ്ട. അതെങ്ങനെ അതുണ്ടോ, പക്ഷെ ആ അടി കൂടുമ്പോ അത് എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നതെന്നും കൂടി നിങ്ങളടുത്ത് പറഞ്ഞു. അവിടെയാണല്ലോ എന്റെ ഇത്. അത് എത്ര നേരം നീണ്ടു നിൽക്കും, എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടി സംസാരിക്കും. അപ്പൊ പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾ എങ്ങനെയാണോ പോകുന്നത് അതാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആഴ്ചയിൽ ഒരു വീഡിയോയെങ്കിലും ഉറപ്പ് തരൂ. ബാക്കിയുള്ള വീഡിയോകളൊക്കെ കാണാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒക്കെ ചെയ്യും നിങ്ങൾ, ഇല്ലേ? അതെ. ഓക്കെ, ശരി.